കഴിഞ്ഞ ദിവസമാണ് ജാർഖണ്ഡ് സ്വദേശിനിയായിട്ടുള്ള യുവതി എക്സൈസിന്റെ പിടിയിലാകുന്നത്. മഹദോ മുണ്ട ദശമി എന്നതായിരുന്നു അവരുടെ പേര്. പാമ്പാക്കുടയ്ക്കടുത്ത് അവിടുത്തെ കോളേജിന് സമീപത്ത് നിന്നാണ് ഇവർ കസ്റ്റഡിയിലാകുന്നത്. ഇവരിൽ നിന്ന് MDMA-യും കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം എക്സൈസ് സംഘം നടത്തി. അപ്പോഴാണ് ചില സുപ്രധാന വിവരങ്ങൾ എക്സൈസിന് മുന്നിലേക്ക് വരുന്നത്. അതായത് ഇവർ ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെയാണ് എന്ന വിവരമാണ് എക്സൈസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഡേറ്റിംഗ് ആപ്പുകൾ വഴി ഇവർ യുവാക്കളെ അടക്കം പരിചയപ്പെടുന്നു, സൗഹൃദത്തിലാകുന്നു. ആ സൗഹൃദം കൂടുതൽ അടുക്കുന്ന ഘട്ടത്തിൽ ലഹരി ആവശ്യമുണ്ടോ എന്ന് ഇവർ ചാറ്റിങ്ങിലൂടെ ചോദിക്കുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നു. ഇതായിരുന്നു ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്നതാണ് എക്സൈസിന് ഇപ്പോൾ ബോധ്യമാകുന്ന വിവരം. ഇവരുടെ ഫോണടക്കം എക്സൈസ് സീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നടക്കം കൂടുതൽ വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. കൂടുതലും ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെയായിരുന്നു ഇവരിൽ നിന്ന് ലഹരി പ്രധാനമായും വാങ്ങിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എക്സൈസിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നിലവിൽ ഇവർ അറസ്റ്റിലായി റിമാൻഡിലാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എക്സൈസ് സംഘം നടത്തും. ഏകദേശം ഒരു 2 വർഷം മുൻപാണ് ഇവർ കൊച്ചിയിൽ എത്തുന്നത്. മഹദോ മുണ്ട ദശമി. അതിനുശേഷം ഇവർ ഹോട്ടൽ മേഖലയിൽ പ്രത്യേകിച്ചും ഹൗസ് കീപ്പിംഗ് ആയും ക്ലീനിങ് സ്റ്റാഫും ഒക്കെ ജോലി ചെയ്തു വരികയായിരുന്നു. അങ്കമാലിയിലായിരുന്നു താമസം. ഇവർ കൊച്ചി നഗരത്തിലുമൊക്കെ തന്നെ ഈ ലഹരി വിതരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു എന്ന കാര്യവും കൂടി എക്സൈസ് സംഘം വ്യക്തമാക്കുകയാണ്. ഏകദേശം ഒരു 1.5 വർഷം മുൻപാണ് ലഹരി ഇടപാടുകളിലേക്ക് പ്രധാനമായും ഇവർ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ലഹരി ആരൊക്കെയാണ് കൈമാറുന്നത്, ഇവരിൽ നിന്ന് ആരൊക്കെയാണ് ലഹരി വാങ്ങുന്നത്, ഇത് സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും എക്സൈസ് സംഘം നൽകുകയാണ്. എന്തായാലും ഇത്തരം വിശദാംശങ്ങളാണ് എക്സൈസിന് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള കൂടുതൽ പേർ, സ്ത്രീകളടക്കമുള്ളവർ ഇത്തരത്തിൽ കൊച്ചിയിലും മറ്റുമൊക്കെ എത്തി ലഹരി ഇടപാടുകളിൽ കൂടുതലായി വ്യാപൃതരാകുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമാകുന്ന വിവരം. അത് എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും ഒക്കെ തന്നെ. അങ്ങനെ അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഹരി ഇവിടെ എത്തിച്ച് വലിയ തോതിൽ വിപണനം നടത്തി വലിയ പൈസയുണ്ടാക്കി അവർ തിരിച്ചു പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതാണ് എക്സൈസ് സംഘവും പോലീസും ഒക്കെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് താനും. അപ്പോൾ അത്തരമൊരു കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക അന്വേഷണമുണ്ട് ഈ ഏജൻസികളുടെ ഒക്കെ തന്നെ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 3 പേർ കഞ്ചാവുമായി പിടിയിലാകുന്നത്. പാർത്ഥഘോഷ്, ഡോള, അതോടൊപ്പം തന്നെ ബികാഷ് എന്നിവരായിരുന്നു അവർ. അതിൽ ഈ പാർത്ഥഘോഷും ഡോളയും ലഹരി എത്തിച്ചത് പ്രത്യേകിച്ചും ഒഡീഷയിൽ നിന്നായിരുന്നു. അങ്ങനെ ഒരു ട്രാക്ക് കൂടി ഇതിൽ ഉണ്ട്. അതായത് ഇതര സംസ്ഥാനക്കാർ പ്രത്യേകിച്ചും കഞ്ചാവിൻ്റെ വരവ് അത് ഒഡീഷയിൽ നിന്നാണ് എന്നതാണ് ബോധ്യമാകുന്നത്. അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് എത്തിച്ച് ഇവിടെ വലിയ തോതിൽ വിൽപ്പന നടത്തുന്നു. അവരുടെ ഈ അക്കൗണ്ട് ഇടപാടുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്ന് പോലീസിന് കിട്ടിയത്. അതോടൊപ്പം 27 കിലോ കഞ്ചാവുമായി അയ്യമ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ അറസ്റ്റിലായിട്ടുള്ള സന്തു സർക്കാർ, അതോടൊപ്പം തന്നെ ഇമാനുൽ ഹക്ക്, അവരുമായി ബന്ധപ്പെട്ടും പോലീസിന് മുന്നിലേക്ക് ചില സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ വന്നു. അപ്പോൾ ഇതടക്കമുള്ള വിവരങ്ങൾ എക്സൈസിനും അതോടൊപ്പം തന്നെ പോലീസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഈ ഏജൻസികൾ പോകുന്നത്. എന്തായാലും ഈ മഹദോ മുണ്ട ദശമിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അവരെ കേന്ദ്രീകരിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ കൂടി എക്സൈസിന് മുന്നിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കേസുകളിലൊക്കെ തന്നെ ഇനി തുടർ അറസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. യശ്രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.